ഗജാനനം ഭൂതഗണാതിസേവിതം കവിദ്ധജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. യാ കുന്ദേന്ദു തുഷാരഹാരധവളായ ശുഭ്രവസ്ത്രാവൃത, യാ വീണാവരദണ്ഡമണ്ഡിതപരാ, യാ ശ്വേതപദ്മാസന, യാ ബ്രഹ്മാർച്ചുത ശങ്കര പ്രവൃത്തിഭർദേവൈ സദാ പൂജിത, സാ മാം പാതു സരസ്വതി ഭഗവതി നിശേഷജാഡ്യാപഹ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം, വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം, ലക്ഷ്മീകാന്തം കമലനയനം യോഗഭർധ്യാനഗമ്യം, വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. സശംഖചക്രം സകിരീടകുണ്ഡലം സപീതവസ്ത്രം സരസീരുഹേഷണം, സഹാരവക്ഷസ്ഥലകൗസ്തുഭശ്രിയം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. യസ്യ സ്മരണമാത്രേണ ജന്മ സംസാരബന്ധനാത് വിമുച്യതേ, നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ. നമ സമസ്ത ഭൂതാനാം ആദിഭൂതായ ഭൂഭൃതേ, അനേകരൂപ അരൂപായ വിഷ്ണവേ പ്രഭവിഷ്ണവേ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും സമാധാനം, ശാന്തി, ഈശ്വരകൃപ. എല്ലാ മക്കൾക്കും ആയുസ്സും ആരോഗ്യവും രോഗശാന്തിയും. മക്കൾക്ക് അസുഖങ്ങളുള്ള മക്കളുണ്ട്, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുമാത്രമല്ല, എല്ലാവരും പ്രാർത്ഥിക്കുന്നു നമ്മുടെ രാജ്യത്തിന് വേണ്ടി. അതുപോലെ തന്നെ രാജ്യത്തിന് വേണ്ടി പറഞ്ഞാൽ ഇവിടെ പക്ഷാഭേദമൊന്നും പാടില്ല മക്കളെ. ലോകത്തുള്ള എല്ലാ മക്കളും ഒന്നുപോലെ. ദുഷ്ടരെ ഭഗവാൻ എന്താ, അത് ഭഗവാൻ അറിയാമല്ലോ. ദുഷ്ടരെ നിഗ്രഹിക്കാനാണല്ലോ ഭഗവാൻ അവതരിച്ചത്. നീതി ന്യായമുള്ള ഏത് രാജ്യത്തുള്ള സാധു നിരപരാധികളെല്ലാം രക്ഷ നേടണം. ആർക്കും ഒരു ഉപദ്രവം തട്ടിക്കൂടാ. എല്ലാ രാജ്യത്തും ഉണ്ട്, നല്ലവരും ഉണ്ട്. അവരെയൊക്കെ രക്ഷിക്കുക തന്നെ ചെയ്യണം. അങ്ങനെ ഉള്ളവർക്ക് നമുക്ക് പ്രാർത്ഥിക്കണം. നമുക്ക് രാജ്യമായാലും ഏത് രാജ്യമായാലും നന്മ ഉള്ളിടം നന്നായി ഇരിക്കണം. ആർക്കും ഒരു വിഷമം ഉണ്ടാവരുതേ. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് വേണ്ടി പോരാടുന്നു. ആർക്കും ഒരു ഉപദ്രവവും വിഷമവും ഉണ്ടാകരുത്. എത്രയോ അമ്മമാരും അച്ഛനൊക്കെ പ്രാർത്ഥിക്കുന്ന അറിയുമ്പോൾ കുട്ടികളെ കൊണ്ട്, സഹോദരനായാലും ഒരു കുട്ടി യുദ്ധത്തിൽ പോകുമ്പോൾ ഒരു സഹോദരനായിരിക്കും, ഒരു മകനായിരിക്കും, ഭർത്താവായിരിക്കും, അച്ഛനായിരിക്കും, മാമനായിരിക്കും. ഇങ്ങനെ എല്ലാമാണ് ഒരു കുട്ടി. അപ്പം ഒരു കുട്ടിക്ക് ഒരു വിഷമം വന്നാൽ എത്ര പേരാ ദുഃഖിക്കുന്നറിയോ. അപ്പം അങ്ങനെ നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അത് നമുക്ക് വേണ്ടിയല്ലോ അവരെല്ലാം കഷ്ടപ്പെടുക. അപ്പം അല്ലെങ്കിൽ തന്നെയും ഒരു നിരപരാധിക്കും ഒരു ദോഷവും വന്നൂടല്ലോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാമോ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നിർമ്മലാ പവിത്രനും അസുഖമൊക്കെ മാറി അങ്ങനെ ഓരോ ബിജു ആ ഓരോ മക്കളുടെ അഭിപ്രായങ്ങൾ എന്നെ വിളിക്കുമ്പം പറയും. ബിജു പറഞ്ഞു മകളുടെ കല്യാണം നന്നായി നടന്നു, അവർ വളരെ വിഷമിച്ചിരുന്നു. ഈ പ്രാർത്ഥന തുടങ്ങിയ എൻ്റെ ഈ ഭാഗവത പാരായണം കേട്ട് അന്നേ പറയും ഓരോ കാര്യങ്ങളും, മകളെ അയക്കുന്ന കാര്യങ്ങളും അതിൻ്റെ ഭർത്താവിൻ്റെ ജോലി കാര്യങ്ങളും. നല്ല ജോലിയൊക്കെ ആയമ്മേ, വിവാഹം നന്നായിട്ട് നടന്നു. അതുപോലെ തന്നെ അവർക്ക് കാറിടാനായിട്ട് ഈ വിവാഹത്തിന് ശേഷം കാറൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വഴി, ഒരു റോഡില്ലാത്ത വിഷമം, നടന്ന് കയറാനുള്ള വഴിയുള്ളപ്പോൾ ഞാൻ പറഞ്ഞു ഏതാണ്ട് 1-2 മാസത്തോളം കണ്ടേ ആയിട്ടുള്ളൂ, അത്ര ആയോന്ന് അറിഞ്ഞില്ല. എവിടെയെങ്കിലും 5 സെൻറ്റ് റോഡിനും അങ്ങനെ വാങ്ങിക്കാൻ ശ്രമിക്കാം മക്കളെ എന്ന് പറഞ്ഞു. അപ്പം ഇന്ന് വിളിച്ച് പറഞ്ഞു അമ്മേ 5 സെൻറ്റ് റോഡ് സൈഡ് എന്നെ മേടിച്ചെന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു ഭക്തൻ, ഹൃദയശുദ്ധിയോടുകൂടി പ്രാർത്ഥിക്കുന്ന ഭക്തന് ഈ ലോക ജീവിതത്തിൽ എന്താ ഈശ്വരൻ കൊടുക്കാത്തത്? ഭഗവാനെ അറിയണം, ഭഗവാന്റെ മക്കളായി തീരണം. നമുക്ക് ഈ ലോകത്തിൽ സർവ്വതും വേണമെന്ന് ഭഗവാൻ അറിയാം. നമ്മൾ ഭാവന ചെയ്താൽ മതി. ആദ്യം നമ്മുടെ ഹൃദയം എല്ലാം വെടുപ്പാക്കുക, ഭഗവാനെ ആരാധിക്കുക, ഹൃദയത്തിൽ വിശാലമായ ആ ഹൃദയത്തിൽ ഭഗവാനെ ഇരുത്തുക. നമ്മൾ തെറ്റായ മാർഗത്തിൽ പോകാതിരിക്കുക. എപ്പോഴും നല്ല ഹൃദയശുദ്ധി ഉണ്ടായി ഭഗവാനെ ഭജിച്ചാൽ ഭഗവാൻ എല്ലാം ഭക്തർക്ക് കൊടുത്തിട്ടേ ബാക്കി ആർക്കും ചെയ്യൂ. അത് നമ്മൾ ഉറപ്പാക്കണം. അവർ ഉറപ്പിച്ച് വെച്ചു, അതുകൊണ്ട് അവർക്കതെല്ലാം നേടി. അത് ജഗദമ്മ വിളിക്കും, അമ്മേ എല്ലാം നിറവാ, ഒന്നും ഇനി എനിക്ക് ആവശ്യം, എന്നെ ഇപ്പോൾ വിളിച്ചാൽ എനിക്ക് പോകാൻ തയ്യാറാണ്. എവിടെയാ? ഈശ്വരങ്കലേക്ക്. കാരണം മറ്റൊന്നിനും ആഗ്രഹമില്ലാത്തൊരു മക്കൾ അങ്ങനെയാണ്.
എന്ത് സന്തോഷം ഭഗവാനോട് ചേരാൻ അകവും പുറവും വിളങ്ങുന്നമ്മയെ ശോഭിക്കുന്ന എൻ്റെ അകത്തും പുറത്തും ഒരുപോലെ പ്രഭയാ. അങ്ങനെ പറയണം, അങ്ങനെയുള്ള മക്കൾ വേണം. ഇതെല്ലാം പ്രാർത്ഥിക്കും. അങ്ങനെ രാധാശിവാനന്ദൻ ഇതുപോലെ പറയും, അവരുടെ മകനും അവരുടെ ഭർത്താവിനും ജോലി ഒരു കൊച്ചു ജോലി ആവട്ടെ, അവർക്കും പിന്നെ എന്തോ പെട്രോൾ പമ്പിലോ അതിൻ്റെ ഭർത്താവിനും ജോലിയായി, അതിൻ്റെ മരുമക്ക് നല്ലൊരു ജോലിയായി. ഇങ്ങനെ ഓരോ മക്കളും ഈശ്വരനെ അറിയുമ്പോൾ ഭഗവാനും മക്കളെ അറിയുന്നുള്ളതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അതുപോലെ പ്രസന്ന അസുഖങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ രണ്ടാമത് ഞാൻ ഈ ഭാഗം ഇട്ടതുപോലും 2 വരിയെങ്കിലും അമ്മ ഇടണേ, എനിക്ക് ആശ്വാസം അതാ. അപ്പോൾ ഇതിൽ ആശ്വാസം അങ്ങനെ അവർക്ക് ഓരോരുത്തർക്കും ഓരോ ആശ്വാസങ്ങളാണ്. അത് എന്താ വേണ്ടത് വെച്ചാൽ അത് ഭഗവാൻ കൊടുക്കുന്നത്. ഇനി എല്ലാം എനിക്ക് പറയാൻ ശ്രീല തന്നെ നമ്മുടെ അങ്ങനെ ഓരോ ഭക്തമക്കൾ തന്നെ എല്ലാം ഇപ്പം പറയുമ്പോൾ സമയം പോകും. അതുപോലെ എനിക്ക് മറവിയുണ്ട്. എല്ലാ മക്കളുടെയും പേര് പറഞ്ഞ് ഭഗവാനിൽ അർപ്പിക്കട്ടെ. നിർമ്മല പവിത്രൻ, ബിജു, പ്രസന്ന, രുക്മിണി മോഹൻ അതുപോലെയാണ് ശ്രീല, രാധാ ശിവാനന്ദനും, ജഗദമ്മ, ഗീതാനായർ, ജയാനിൽ ഇതുപോലെയാ. എന്താ 2 മക്കൾക്കും ജോലിയായി അമ്മ. എന്ത് സന്തോഷമായിട്ടാണ് ബോംബെ തന്നെ വിളിക്കുന്നത്. അവരുടെ താമസം ബോംബെയിലാണ്, അവർ ആലപ്പുഴ തൃശ്ശൂർക്കാരാണ്. അപ്പോൾ അങ്ങനെ ഓരോ മക്കളുടെ അഭിപ്രായങ്ങൾ എനിക്ക് പറയും. ജയശ്രീ ബാബു, ബിജു സുനിൽ, അതൊരു പുതിയ മകളാണ്. നിർമ്മല രമേഷ് ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയും. കലാ വേണുഗോപാൽ, പത്മകുമാരി, പ്രമീള സുനിൽ, ഷെർലി, അജിത അജു. ഇനി ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോസ് കാണുന്നതുകൊണ്ട് എനിക്ക് എല്ലാവരുടെയും പേര് കിട്ടത്തില്ല. എന്നാലും എനിക്ക് കിട്ടുന്നതെല്ലാം ഞാൻ എഴുതി വെച്ച് ഇത്രയും മക്കളെ അല്ല, ഈ ഭാഗവതം വായിക്കുന്നതും കൂടാതെ ഈ ലോകത്തുള്ള സർവ്വ ദൈവമക്കളെയും ഭഗവാൻ അർപ്പിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. കാരണം നമുക്ക് അറിയാത്ത മക്കൾ എത്രയോ ഉണ്ട്, ഈശ്വരൻ്റെ മക്കൾ എവിടെല്ലാം ഉണ്ട്. അപ്പം എല്ലാവർക്കും നന്മ ഉണ്ടാകണ്ടേ. അത് ദൈവമക്കൾ എല്ലാവർക്കും വേണ്ടിയല്ലേ പ്രാർത്ഥിക്കേണ്ടേ. അല്ലാതെ നമ്മൾ അറിഞ്ഞിട്ടുള്ളവർക്ക് മാത്രമല്ല, ഒരുപാട് പേരുണ്ട് ലോകത്ത്, ജീവജാലങ്ങളുണ്ട്. എല്ലാവർക്കും സുഖം ഭവിക്കണം, എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് ഭഗവാന്റെ ഭാഗവത കീർത്തനം 3-ാം പാദം കുറച്ച് ചൊല്ലാം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരി. അന്നേരം ഭക്തിയാ വന്ദിച്ചിരുത്തിനാൻ നന്നായി വിഷ്ണുരാധൻ ബ്രഹ്മരാധന്. ജന്മസാഫല്യം എന്തെന്നറിവാനായി നന്മ ചോദിച്ചാൻ കൃഷ്ണ ഹരേ ജയ. ആദിത്യനുദയേ തിമിരം പോലെ ദൂരെ നീങ്ങുന്നു മോഹം നമുക്കിപ്പോൾ. ആതുരാണ അനുഗ്രഹം നിങ്ങളാൽ താനേ കൈവരും കൃഷ്ണ ഹരേ ജയ. ഇന്നെനിക്കു വിശേഷിച്ചു വേണ്ടത് വന്നു കാരുണ്യത്തോടെ ഭവാന്മാരെ. ഒന്നു ചൊല്ലേണം എന്ത് പുരുഷനു നല്ലതേറ്റവും കൃഷ്ണ ഹരേ ജയ. എന്താ നല്ലത്? അതാ ഈ വണ്ണം അറിയിച്ചോരു ഭൂപന്റെ ഭാവം കണ്ടരുൾ ചെയ്തു മുനീജനം. ഈ വണ്ണം ഉള്ളോരുദ്യോഗമാത്മാവിൽ കൈവിടാ മോക്ഷം കൃഷ്ണ ഹരേ ജയ. ഉത്തമനിവൻ വിഷ്ണു ഭക്തൻ തുലോ ശുദ്ധ ചിത്തൻ വിരക്തൻ വിഷയത്തിൽ എത്തും എന്നോ പരബ്രഹ്മ സായുജ്യം പാർത്തിരിക്ക നാം കൃഷ്ണ ഹരേ ജയ. അപ്പോൾ ഉത്തമനാണെന്ന് ഭഗവാൻ മനസ്സിലായി, വിഷ്ണു ഭക്തനാണെന്ന് മനസ്സിലായി പരീക്ഷത്ത്. ശുദ്ധചിത്തൻ വിരക്തനാണ്, സർവത്തിൽ നിന്നും വിരക്തി നേടി. എന്താ കാരണം? സർവ്വതും എല്ലാ ഇന്ദ്രിയങ്ങളെല്ലാം അടക്കി ഈ ലോക ജീവിതങ്ങൾ അതായത് ഭരണവും രാജ്യവും എല്ലാം ത്യജിച്ച് എങ്ങനെ ശുദ്ധനും വിരക്തനും ഉത്തമനും എല്ലാം ഭക്തനും എല്ലാം ആണ്. ഉത്തമനും വിഷ്ണു ഭക്തനാണ്, ശുദ്ധചിത്തനാണ്, വിരക്തനാണ്. വിഷയങ്ങളെല്ലാം വിട്ട് എന്താ വിഷയം? ഈ ലോക വിഷയം അത് വേണം, ഇത് വേണമെന്നുള്ളത് എല്ലാം ഭാര്യ, മക്കൾ, കുടുംബം, രാജ്യം എല്ലാം ത്യജിച്ചിട്ട് അങ്ങനെ ഉള്ളവർക്കാണ് എന്താ എത്തുന്നത്? എത്തിപ്പിടിക്കുന്നേ പരബ്രഹ്മ സായുജ്യം. പാർത്തിരിക്കണം. നമ്മളും ഇതുപോലെ പാർത്തിരിക്കണം. നമ്മൾ ഇതെല്ലാം വിരക്തി വന്നിട്ട് നമ്മളും കാത്ത് ശബരി ഇരിക്കുന്നത് പോലെ നമ്മൾ രാമായണം വായിച്ച ശബരി ഇല്ലേ, അതുപോലെ നമ്മളും കാത്ത് പാർത്തിരിക്കണം. ഊനം വര പരിജ്ഞാന വാരിധി
മാനിച്ച നൃപനോടരുളി ശുകൻ. ജ്ഞാനിമാരാം മുനിമാരിൽ അഗ്രണി ജ്ഞാനമെത്രയും കൃഷ്ണ ഹരേ ജയ. എത്രയും നന്നു വൈദൂഷ്യം ഭൂപതേ പ്രശ്നമീ വണ്ണം വേണ്ടു മഹാജനം. നിഷ്ഫലം ഭ്രമിച്ചിടുന്ന ഭൂപന്റെ ലക്ഷണം നല്ലു കൃഷ്ണ ഹരേ ജയ. ഏതും താനറിയാതെ പഴുതേ പോം പാതി ആയുസും നിദ്രയാ ജന്തൂനാം. പാതി മറ്റേതും ഓരോ ദുരാഗ്രഹാൽ പാപികൾ കഹോ കൃഷ്ണ ഹരേ ജയ. പാപികൾക്ക് ദുരാഗ്രഹം കൊണ്ട് ഇങ്ങനെ പോകും, ജന്തുക്കളെ പോലെ തിന്നുന്നു ഉറങ്ങുന്നു. പിന്നെന്താ, അതുപോലെ നമ്മളും പകുതി ആയുസും ഉറങ്ങിക്കളയും, നിദ്ര ഉറക്കം. പിന്നെ ജന്തുക്കളെ പോലെ എന്തൊക്കെ തിന്നും കുടിച്ചും സന്തതികളുമായിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടും പാപികൾ. ഐവരെയും അടക്കേ മനക്കാമ്പിൽ. ഐവരെന്താണ്? ഇന്ദ്രിയങ്ങൾ 5. അതാണ് ഐവരെ അടക്കുക. ഇന്ദ്രിയങ്ങളെ അടക്കുന്നതിന് 5 ഇന്ദ്രിയങ്ങളാണ്. അതിന് മൂക്ക് നാക്കും ഇങ്ങനെയൊക്കെയുള്ള ഇന്ദ്രിയങ്ങളുണ്ട്, ചെവി കണ്ണ്. അപ്പോൾ ഇതൊക്കെ അടക്കുമ്പോൾ മനക്കാമ്പിൽ ദിവ്യ വിഷ്ണു ഭഗവാന്റെ രൂപം തെളിയും. ചൊവ്വിൽ കാണുന്നേരം അങ്ങ് ആനന്ദമുണ്ടാകും. അത് കൈവരും. അങ്ങനെ കൈ വരണമെങ്കിൽ നമ്മൾ ഇന്ദ്രിയങ്ങളെ അടക്കണം. ഈ പുറമേ ഉള്ള ഈ ലോകത്തേക്കുള്ള എല്ലാ ത്യജിക്കുക. ഇന്ദ്രിയങ്ങൾ ഒന്നിൻ്റെയും പുറകെ പോകാതെ, അതാണ് ഇവിടെ ത്യജിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ചൊവ്വിൽ കാണാൻ പറ്റൂ, ഭഗവാനെ കാണും. വെറുതെ എഴുതിയിട്ടേക്കുന്നല്ല, കണ്ടവർക്കൊക്കെ അറിയാൻ ശരിയാണെന്ന്. ഐവരെയും അടക്കേ മനക്കാമ്പിൽ ദിവ്യ വിഷ്ണു ഭഗവാന്റെ രൂപത്തെ ചൊവ്വിൽ കാണുന്ന നേരമിഞ്ഞാനന്ദം കൈവരും നൂനം കൃഷ്ണ ഹരേ ജയ. ഒന്നിതാത്മാവ് കാണപ്പെടുന്നത് എന്നു കാണുമ്പോൾ കാണാം ഭഗവാനി. എന്നും ഗോവിന്ദ അനുഗ്രഹം കൂടാതെ വന്നിടാ മോക്ഷം കൃഷ്ണ ഹരേ ജയ. എന്നും നമുക്ക് ഗോവിന്ദാനുഗ്രഹം വേണമെങ്കിൽ ദിവസേന നമ്മൾ ആഹാരം കഴിച്ച് വയറ് നിറയ്ക്കുന്നത് പോലെ ആത്മാവിൽ നമ്മൾ എപ്പോഴും രമിക്കണം. നമ്മൾ ആത്മാവിൽ ഈശ്വരനോട് രമിക്കുക എന്ന് വെച്ചാൽ ആത്മാരാമനായി ചേരുക. അപ്പോൾ നമ്മൾ നിറയും. ആഹാരം കഴിച്ച് വയറ് നിറയുന്നത് പോലെ നമ്മുടെ ശരീരം ആകെ നിറഞ്ഞു കവിയും ഈ അനുഗ്രഹം. അങ്ങനെ അനുഗ്രഹം കൂടാതെ ആർക്കും മോക്ഷം വരത്തില്ല. മോക്ഷം വരണമെങ്കിൽ ഗോവിന്ദ അനുഗ്രഹം വേണം. എന്നും ഗോവിന്ദ അനുഗ്രഹം കൂടാതെ ഇല്ലാതെ വരത്തില്ല മോക്ഷം. ഓതിടാം 4 വേദങ്ങളും ധന്യ യാഗം ദാനവും സന്യാസയോഗവും. ചേതസിൻ്റെ മലം കളഞ്ഞിടുവാൻ ഭക്തിയോടടാ കൃഷ്ണ ഹരേ ജയ. 4 വേദങ്ങളും യാഗവും ദാനവും ഒക്കെ സന്യാസയോഗമൊക്കെ ചെയ്താലും ചേതസിൻ്റെ മലം കളയാതെ, ഹൃദയശുദ്ധി വരുത്താതെ ഒരു രക്ഷയില്ല. ഭക്തി വരണം. അല്ലാതെ നമുക്ക് വേദങ്ങളോ യാഗോ ദാനോ തപസ്സോ കൊണ്ടൊന്നും നടക്കത്തില്ലെന്നാണ് ഇതിൽ പറയുന്നത്. എന്താ വേണ്ടേ? ചേതസ്, മനസ്സിൻ്റെ അഴുക്ക്, മലം അഴുക്ക്, അതിനെ കളയണം. ഹൃദയ ശുദ്ധി വരുത്തി ഭക്തിയോടാണ്. ഭക്തിയോടും ഹൃദയശുദ്ധിയും ഭക്തിയും വേണം. അതാണ് വേണ്ടുന്നത്. ഔദാര്യം ചേരും ദേഹ ഗേഹാദിയിൽ മോഹം കൈവിട്ടു സജ്ജന സംഘത്താൽ സ്വാദു തോന്നി മുകുന്ദ കഥാരസേ ഭേദവും തോന്നാ കൃഷ്ണ ഹരേ ജയ. അക്കഥ കേൾപ്പിക്ക അല്ലാതെ ദുഷ്കഥ കൊണ്ടുപോക്കല്ല രക്ഷണം. അകർമ്മത്തോളം നന്നല്ലൊരു കർമ്മം ഛേദിപ്പാൻ കൃഷ്ണ ഹരേ ജയ. ഈ കർമ്മത്തെ നമ്മൾ ഛേദിച്ച് കളയണം. മനസ്സിൽ ഇതെല്ലാം ത്യജിക്കണം. ജ്ഞാനമാകുന്ന വാളിനാൽ കർമ്മദോഷങ്ങളെല്ലാം നമ്മൾ ഛേദിച്ച് കളയണം. നമ്മുടെ ഹൃദയശുദ്ധിയാക്കണം. അഹങ്കാരങ്ങളും ഇങ്ങനെ കാമക്രോധായിരിക്കും എല്ലാം ജ്ഞാനം കൊണ്ട്, അറിവ് കൊണ്ട് നമുക്കതെല്ലാം ഇല്ല, അഴുക്കണെല്ലാം പോക്കണം, മാലിന്യങ്ങൾ. അപ്പോൾ ആ കഥ കേൾപ്പിക്കുക അല്ലാതെ ദുഷ്കഥ കൊണ്ട് പോക്കല്ല അരക്ഷണം പോലെ. അപ്പം നമ്മൾ ഭഗവാന്റെ കഥയാണ് പറയുകയും കേൾപ്പിക്കുകയൊക്കെ ചെയ്യേണ്ടുന്നത്. അപ്പോൾ ദുഷ്കഥ കൊണ്ടല്ല പോകേണ്ടത്. നമ്മൾ ഇന്ന് ഒരുപാട് പേര് വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്ത് വരും? ജ്ഞാനം ഉണ്ടാകുന്നില്ല, ഈശ്വരഭക്തി ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഭഗവാന്റെ കഥ കേൾക്കുകയും അത് മറ്റുള്ള കേൾപ്പിക്കുകയും ചെയ്യണം. ദുഷ്കഥ കൊണ്ട് പോക്കല്ല. അരക്ഷണം പോലും വെറുതെ പാഴിക്കളരുത്. അരക്ഷണം പോലും വേണ്ടാത്ത കാര്യങ്ങൾ പറയാൻ പോവരുത്, ചിന്തിക്കരുത്. എന്താ വേണ്ടേ? ഭഗവാന്റെ കഥ ആരെ കണ്ടാലും ഭഗവാന്റെ കഥ. നാരദ മഹാമുനിയെ പോലെ ആവുക. എല്ലാവരോടും, അല്ലെ സുഖമഹാമുനി, എല്ലാവരോടും ഭഗവാന്റെ കഥ പറഞ്ഞിരിക്കുക. ആർക്കും ഇഷ്ടമുള്ളത് കേൾക്കട്ടെ, ഇഷ്ടമുള്ളത് കേൾക്കണ്ട. ആ കർമ്മത്തോളം നന്നല്ല ഒരു കർമ്മവും. പിന്നെ ഭഗവത് കഥ പറയുകയും കേൾക്കുകയും കേൾപ്പിക്കുകയൊക്കെ ചെയ്യുന്നതല്ലാത്ത ഒരു കർമ്മവും
നല്ലൊരു കർമ്മമല്ല. കർമ്മം ചെയ്തിപ്പാൻ നമ്മുടെ ദോഷകർമ്മങ്ങൾ നമുക്ക് കർമ്മം അറ്റുപോയേ നമുക്ക് മോക്ഷം കിട്ടൂ. കർമ്മങ്ങൾ ഓരോ ജന്മം എടുക്കുന്നത് ഇരട്ടിക്ക് കൂന കൂട്ടി വെച്ചേക്കുക. അത് മാറിപ്പോണമെങ്കിൽ എന്ത് വേണം? ഇതെല്ലാം ഈശ്വരാരാധനയും ഭക്തിയും വേണം. അത് മാത്രമേ കർമ്മം മാറ്റാൻ നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലങ്ങൾ ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുന്നെല്ലാം മാറണമെങ്കിൽ ഇതൊക്കെ വേണം. അതാണ് ഇത് പറയുന്നത്. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി. നമ്മൾ രാസക്രീഡ വായിച്ചു കഴിഞ്ഞു. ഭഗവാന്റെ ഈ മായാമയനായിരുന്ന ഭഗവാന്റെ ലീലകൾ, പരാപര ലീലകൾ ആരറിയുന്നു? നാരായണൻ രാസക്രീഡകൾ ഇത്തരം കേൾക്കലും ചൊല്ലുകലും ദുഃഖങ്ങൾ പോയി നല്ല ഭക്തി മേന്മേൽ വളരും ദിനം പ്രതി. അത് നമ്മൾ വായിച്ച് നിർത്തി നമുക്ക് സുദർശന മോക്ഷം വായിക്കാം. ഇങ്ങനെ ഇരുന്ന സമയത്ത് ഒരു ദിവസം, കാരണം ഇവരെപ്പോഴും വൃന്ദാവനത്തിൽ പശുക്കളും കുട്ടികളും ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും അച്ഛനും അമ്മയും ഗോപന്മാരും ഗോപികളും എല്ലാവരും ഒത്തുകൂടി പല കാര്യങ്ങൾക്ക് പോവില്ല. അതുപോലെ ഒരു ദിവസം അന്നൊരു നാൾ നന്ദനാദി ഗോപാലരും ഒന്നിച്ചു ദേവി വനംപുക്കവറുകളും വന്ദിച്ചു ഭക്തിയാ സരസ്വതിയാം നദി തന്നിൽ കുളിച്ചു മഹേശനെ ദേവിയോടൊന്നിച്ചു പൂജിച്ചു. ബ്രാഹ്മണർക്കും മറ്റും അന്നദാനങ്ങളും ചെയ്തിതാവോളവും. അവരങ്ങനെ ഇരുന്ന് പോയ ദിവസം അച്ഛനും നന്ദനും ആദികളും എന്നുവെച്ചാൽ മറ്റ് ഗോപന്മാരും ദേവീ വനത്തിൽ ചെന്ന് എന്ത് ചെയ്തു? വന്ദിച്ചു. ദേവിയെ വന്ദിച്ചിട്ട് ആ വനത്തിൽ തന്നെയാണല്ലോ, അപ്പോൾ അവിടെ വന്ദിച്ചിട്ട് ഭക്തിയാ തൊഴുത് സരസ്വതി നദിയിൽ ചെന്ന് കുളിച്ചിട്ട് മഹേശനെ ദേവിയോടൊന്നിച്ച്, പാർവതി ദേവിയാണല്ലോ ദേവി, ശിവശക്തി, അപ്പോൾ മഹേശന പരമശിവനെയും പാർവതിയും കൂടെ ചേർത്ത് ഇങ്ങനെ ഒന്നിച്ച് പൂജിച്ച് ബ്രാഹ്മണർക്കും മറ്റും എന്ത് ചെയ്തു? അന്നദാനങ്ങളൊക്കെ കൊടുത്ത് ആവോളം എല്ലാവർക്കും എല്ലാം കൊടുത്തിട്ട് അന്ന് ഉറങ്ങാതെ ഉപവാസം നദീതീരെ ഒന്നിച്ചു ചെയ്ത അന്ന് രാത്രിയിൽ, അപ്പോൾ ഇവർ ചെന്ന് നദിയിൽ കുളിച്ച് ഭക്തിയാ ദേവിയെയും ഭഗവാൻ പരമശിവനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഉപവാസമൊക്കെ എടുത്തിട്ട് അന്നദാനങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഉപവാസം എടുത്തത്. നദീതീരെ ഒന്നിച്ച് ചെന്ന് രാത്രിയിൽ എന്ത് ചെയ്തു? അപ്പോൾ ഉപവാസം ചെയ്തിങ്ങനെ ഇരിക്കുക. രാത്രി ഇതെല്ലാം അന്നദാനങ്ങളൊക്കെ ചെയ്ത് രാത്രി അവർ നദീതീരത്താണ് ഭഗവാനെ സ്തുതിച്ച് ഉപവസിക്കുകയാണ്. അങ്ങനെ രാത്രി നദീതീരെ ചെന്ന് ഒന്നിച്ച് ചെയ്ത അന്ന് രാത്രിയിൽ നന്ദനെ, പിതാവായ നന്ദഗോപരെ വന്നു പിടിച്ചു. ആരാണ്? മഹാപന്നകം, വലിയൊരു പാമ്പ്. മഹാപന്നകചന്ത അത്രയ്ക്ക് ഭയാനകമായ ഒരു പാമ്പ് വന്ന് നന്ദഗോപരെ പിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? നന്ദനും കൃഷ്ണ കൃഷ്ണേതി മുറയിട്ടു. കൃഷ്ണ കൃഷ്ണ എന്ന് പിതാവ് ഇങ്ങനെ വിളിക്കും. കാരണം പാമ്പല്ലേ, വലിയൊരു പാമ്പാ ചെന്ന് പിടിച്ചേക്കുന്നത്. അപ്പോൾ ഭഗവാൻ കൃഷ്ണനെ ഇങ്ങനെ പിതാവ് നന്ദഗോപര് കൃഷ്ണ കൃഷ്ണ അതാ കൃഷ്ണ കൃഷ്ണേതി മുറയിട്ട് അത് കേട്ടപ്പോൾ, ഈ കൃഷ്ണ എന്നുള്ള വിളി കേട്ടപ്പോൾ ഗോപാലൻ എന്ത് ചെയ്തു? അത് കേട്ട് വിളി കേട്ട് ഗോപാലർ പെരുമ്പാമ്പ് തന്നുടെ മേൽ കൊള്ളി വച്ചു താടിച്ചു. കുട്ടികൾ ഓടി വന്നൊരു ഒരു കമ്പെടുത്ത് ഈ പാമ്പിനെ മേൽ അടിച്ചിട്ടും ഒന്നുകൊണ്ടും വേർപെടുന്നില്ല പന്നകം. എത്ര അടിച്ചിട്ടും ഈ പാമ്പ് വേർപെട്ട് പോകുന്നില്ല. പിടിച്ച പിടിയാലെ നിൽക്കുക, നന്ദഗോപരെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴെന്ത് വന്നു? നന്ദാത്മജൻ ഇന്ദിരാ പരിലാളിത സുന്ദര പാദപത്മേന ചവിട്ടിനാൻ. ഭഗവാൻ വന്നപ്പോഴത്തേക്ക് കൃഷ്ണ കൃഷ്ണ എന്ന് വിളി കേട്ടപ്പോൾ കുട്ടികൾ ഓടി വന്ന് അടിച്ചിട്ടൊന്നും പോകാൻ ഭഗവാൻ തന്നെ അവിടേക്ക് വന്നു. പിതാവ് നോക്കിയപ്പോൾ പിതാവിനെ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുമല്ലോ ഈ പാമ്പ്. അപ്പോൾ ഭഗവാൻ വന്ന് എന്ത് സുന്ദര നന്ദാത്മൻ ഇന്ദിരാപരിലാളിത, അതായത് ലക്ഷ്മി ദേവിയാണല്ലോ ഭഗവാനിലുള്ളത്. ആ ലക്ഷ്മി ദേവിയാൽ പരിലാളിതയായിരിക്കുന്ന ആ ഭഗവാന്റെ സുന്ദര പത്മം താമര പോലത്തെ ആ പാദം കൊണ്ട് ഈ പാമ്പിനെ മേലൊന്ന് ചവിട്ടിനാൻ. അന്നേരമാശു മരിച്ചിതു പന്നകം. ആ ചവിട്ടുകൊണ്ട് പന്നകം അങ്ങ് മരിച്ചു. അപ്പോഴും മരിച്ചപ്പോൾ എന്ത് വന്നു? തന്നുള്ളിൽ നിന്നു ജ്വലിച്ചു നിന്നിടുന്ന സുന്ദര രൂപം പുറപ്പെട്ടു സത്വരം.
അപ്പോൾ എന്ത് വന്നു? പാമ്പ് മരിച്ചെങ്കിലും പെട്ടെന്ന് സത്വരം തന്നുള്ളിൽ നിന്ന് ആ പാമ്പിൻ്റെ ഉള്ളിൽ നിന്ന് ജ്വലിച്ച് പ്രകാശിച്ച് എന്താ വന്നൊരു സുന്ദര രൂപം പുറപ്പെട്ട് വെളിയിലേക്ക് വന്ന് ഈ പന്നകമായിരിക്കുന്ന പാമ്പിൻ്റെ ഉള്ളിൽ നിന്ന് പ്രഭയോടുകൂടി ഒരു സുന്ദര രൂപം അങ്ങ് പുറപ്പെട്ടു. അപ്പോൾ എന്നിട്ട് ആ രൂപം എന്ത് ചെയ്തു? നന്ദാത്മജപദം ഭക്തിയാ നമസ്കരിക്കുന്നവൻ തന്നെ കടാക്ഷിച്ചു മാധവൻ. ഭഗവാനെ തന്നെ പാദപത്മം ഭഗവാന്റെ പാദത്തിൽ വീണ് നമസ്കരിക്കുക ഈ സുന്ദര രൂപം. അപ്പം നല്ല പാമ്പിൻ്റെ ഉള്ളിൽ നിന്ന് ജ്വലിച്ച് പ്രകാശിച്ചു വന്ന ആ സുന്ദര രൂപം പെട്ടെന്ന് തന്നെ ഭഗവാനാണല്ലോ ചവിട്ടിയേക്കുന്നത്. ആ പാമ്പായി ഇരുന്ന ആ സുന്ദര രൂപം ഭക്തിയാ ഭഗവാന്റെ പാദത്തിൽ വീണ് നമസ്കരിച്ചു. തെളിയുന്നില്ല. അങ്ങനെ ഭക്തിയാ നമസ്കരിക്കുന്നവൻ തന്നെ, അങ്ങനെ നമസ്കരിക്കുന്നവനെ, അതായത് ഈ സുന്ദര രൂപത്തെ കടാക്ഷിച്ചു മാധവൻ. ഭഗവാൻ എന്ത് ചെയ്തു? ഈ നല്ലൊരു സുന്ദര രൂപം ഭഗവാൻ ചവിട്ടിതാരിയ പാമ്പിനെ, പാമ്പാണല്ലോ പിതാവിനെ പിടിച്ചു വെച്ചേക്കുന്നത്. കടിച്ചെന്നല്ല, ഈ ചുറ്റിട്ടൊക്കെ വെക്കുമല്ലോ, പിടിച്ചാൽ പോകാത്തുള്ളതൊക്കെ പിടിച്ചിരിക്കും. ചില പാമ്പുകളിൽ ചുറ്റിട്ടിരിക്കുന്നത് അതുപോലെ ആയിരിക്കും, കടിച്ചു കാണത്തില്ല, പിടിച്ചെന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഭഗവാൻ നോക്കിയ ഒരു സുന്ദര രൂപം. ഭഗവാൻ ഈ പാദത്തിൽ നമസ്കരിക്കുന്ന ആളിനെ കടാക്ഷിച്ച് നോക്കി, സന്തോഷമായിട്ട് നോക്കി ഭഗവാൻ മാധവൻ. എന്നിട്ട് ചോദിച്ചു, ഇന്ന് നീ ആരാ? ഭഗവാൻ നോക്കുന്നത് ഒരു സുന്ദര ശോഭയോടുകൂടിയ ഒരു രൂപം. എന്നാ ചോദിക്കുന്നത്, നീ ആരാണ്? സർപ്പമാവതൻ കാരണം ഒന്നൊഴിയാതെ പറക മഹാമതേ. നീ പറയൂ, ആരാ നീ ഇങ്ങനെ സർപ്പം ഈ പാമ്പായ കാരണം എന്താണ്? നോക്കിയാൽ സുന്ദര രൂപം, പാമ്പാനെയാണ് ഭഗവാൻ ചവിട്ടിയത്. അതെന്ന് ജ്വലിച്ച് പ്രഭയോടി വന്ന ഒരു രൂപം, സുന്ദര രൂപം. എന്നാൽ നീ ആരാ? നീ ഇത്രയും പാമ്പായിട്ട് വരാനുള്ള കാരണം എന്താ? അത് നീ ഒന്നൊഴിയാതെ ഒരു ഒളിച്ചു വെക്കാതെ സർവ്വതും ഒഴിയാതെ എല്ലാം പറയൂ മഹാമതേ. എന്നതു കേട്ടവൻ വിദ്യാധരാത്മജൻ. ഞാൻ വിദ്യാധര ആത്മജൻ, വിദ്യാധരൻ്റെ മകനാണ്. ആത്മജൻ എന്ന് വെച്ചാൽ വിദ്യാധരൻ്റെ മകൻ. ഞാൻ ആ ഭഗവാന്റെ വാക്ക് കേട്ടപ്പോൾ ഈ സുന്ദര രൂപമായിരുന്ന ആ രൂപം പറഞ്ഞു, ഞാൻ വിദ്യാധരൻ്റെ മകനാണ്. എന്നുടെ നാമം സുദർശൻ എന്നല്ലോ. എൻ്റെ പേര് സുദർശൻ എന്നാണ്. എൻ്റെ പിതാവ് വിദ്യാധരനാണ്. സുന്ദരിമാരുമായി സൗന്ദര്യ ഗർവനായി ഒന്നിച്ചു ലോകേഷു പോകാൽ നടക്കുമ്പോൾ മുന്നിലാമാറ് കണ്ട് അങ്കിരസാദിയെ നിന്ദിച്ചു ദുർഭകന്മാരെന്നു ഞാൻ. അപ്പോൾ വന്ന കോപേന മുനികൾ ശപിച്ചിതു. ഞാൻ ഈ എൻ്റെ സുന്ദരിമാരുമായിട്ട് നാരിമാരുമായിട്ട് ഞാൻ സൗന്ദര്യവാനായിരുന്നു, ഞാൻ നല്ല സുന്ദരനായിരുന്നു. സുന്ദരിമാരുമായിട്ട് ഞാനിങ്ങനെ ഗർവ് കൊണ്ട് നടക്കുക, ഞാൻ സുന്ദരനാണ് എന്നുള്ള ഒരു അഹങ്കാരം കൊണ്ട് ലോകേ പോകാൽ നടക്കുമ്പോൾ ഞാൻ ഈ ശരീരസുഖം കൊണ്ട് സർവ്വഭോഗങ്ങൾ ചുറ്റിക്കറങ്ങി സഞ്ചരിച്ച് എന്തെല്ലാം അവർക്ക് എന്തൊക്കെയാ ആഗ്രഹങ്ങൾ അതുപോലെ കറങ്ങി സുന്ദരിമാരായിട്ടൊക്കെ ഇങ്ങനെ നടക്കുക, ലോകം മറ്റും ചുറ്റിക്കറങ്ങി അഹങ്കരിച്ച് ഇങ്ങനെ നടക്കുക. കാരണം നല്ല സൗന്ദര്യമൊക്കെ ഉണ്ട്, നല്ല സുന്ദരിമാരും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്താ അഹങ്കരിച്ചൂടെ? അങ്ങനെ ലോകേ ഞാൻ പോകാൽ നടക്കുമ്പോൾ മുന്നിലാമാറ് കണ്ട് അങ്കിരസാദിയെ, അങ്കിരസ എന്നുള്ള മുനിമാരെയൊക്കെ കണ്ടു. ഒരാളെ മാത്രമല്ല, അങ്കിരസ് ആദിയെ. അങ്കിരസ് എന്ന് പറഞ്ഞാൽ മുനിയും അദ്ദേഹത്തിൻ്റെ കൂടെ മറ്റുള്ളവരും ഉണ്ട്, അതാണ് ആദി എന്ന് പറയുന്നത്. അവരെ ഞാൻ എന്ത് ചെയ്തു? നിന്ദിച്ചു. ദുർഭകന്മാരെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ദുർഭകന്മാരാണ് മുനിമാരെ. ഇദ്ദേഹം അപഹസിച്ചു. ഞാനങ്ങനെ ചെയ്തപ്പോൾ എന്തു വന്നു? അപ്പോൾ തന്നെ വന്ന കോപേന മുനികൾ ശപിച്ചിതു. ഇത് കേട്ടപ്പോൾ നിങ്ങൾ ദുർഭകന്മാരാണെന്ന് മുനിമാരോട് ഇവർ അഹങ്കരിച്ച് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ എന്നെ ശപിച്ചു. അത്രയ്ക്ക് കോപം മുനിമാർക്ക് വന്നു. മുനിമാർ അപ്പോൾ തന്നെ എന്നെ ശപിച്ചു. എന്താ ശപിച്ചത്? പന്നക വീരനായി പോക ഇവിടെ നീ ഇവിടെ തന്നെ പന്നക വീരത്വമുള്ളൊരു പന്നകം, ഒരു കടും പാമ്പായിട്ട്, വെറും ഒരു നിസ്സാരക്കാരനല്ലാത്ത ഒരു നല്ല ഊർജ്ജമായിട്ട് ഒരു ശക്തിമാനായ ഒരു പാമ്പ് വന്നാൽ എങ്ങനെയാണ്? അതുപോലെ ആരാലും സാധ്യമല്ലാത്ത കടുത്ത ഒരു വീരനായ ഒരു പാമ്പായി പോകട്ടെ. അതാണ് പന്നക വീരൻ എന്ന് പറയുന്നത്. സാധാരണ ഒരു ചെറിയ പാമ്പൊന്നും അല്ലത്. അങ്ങനെ നീ ഇവിടെ തന്നെ അങ്ങനെ പോകട്ടെ എന്ന്
ഈ മുനിമാർ എന്നെ ശപിച്ചു. ഭഗവാനോട് പറയൂ, നീ ആരാ, നീ എന്താ ഇന്നെ സർപ്പമാവാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം യഥാർത്ഥം പറഞ്ഞു. ഞാൻ അങ്ങനെ അഹങ്കരിച്ച് നടന്നു, മുനിമാരെ ഞാൻ അപഹസിച്ചു, എന്നെ ഞാൻ നിന്ദിച്ചു. അപ്പോൾ തന്നെ അവർ കോപത്താൽ എന്നെ ശപിച്ചു. നീ ഇവിടെ തന്നെ പന്നക വീരനായി പോകട്ടെ എന്നവർ ശപിച്ചു. എന്നതു കേട്ടു ഭയേന പാദാംബുജം നന്നായി നമസ്കരിച്ചർത്ഥിച്ചു ഞാൻ. അപ്പോഴത്രയും എന്നെ പാമ്പായി പോകട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്രമാത്രം ഭയന്നു പോയി. അപ്പോൾ ഞാൻ ഭയന്നിട്ട് ഇത് കേട്ടപ്പോൾ അവരുടെ ഈ മുനിമാരുടെ പാദാംബുജം നന്നായി നമസ്കരിച്ച് അർത്ഥിച്ചു, ഞാൻ അപേക്ഷിച്ചു, എന്നെ അങ്ങനെ ആക്കരുതേ, എന്നെ പാമ്പാക്കി എന്നെ വിടരുതേ എന്ന് ഞാൻ അവിടെ വീണ് അവരുടെ പാദത്തിൽ വീണ് നമസ്കരിച്ച് ഞാൻ അപേക്ഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നന്ദിച്ചവരരുളി ചെയ്ത് എന്നോട്. അപ്പോൾ അവർക്ക് ഒരു സ്നേഹം തോന്നി, നന്ദി തോന്നി. എന്തായാലും പാമ്പായി പോയാൽ പറ്റൂ, ശപിച്ചു പോയല്ലോ. അപ്പോൾ തന്നെ അവരെന്നെ അതൊന്ന് തിരിച്ച് നന്നായി വരും മേലിൽ ദ്വാപര അന്തേ ജഗത്തിങ്കൽ മഹാ അസുര പാപി നൃപന്മാരെ കൊന്ന് ധർമ്മത്തെ രക്ഷിച്ചു കൊണ്ടിടുവാൻ വന്ന് അവതീർണനാം വിഷ്ണു നാരായണൻ നന്ദാത്മജനായി ഗോകുലേ വാണിടും അന്ന് ജഗൽപതി തന്നെ സ്പർശനം വന്നുകൂടും നിനക്കന്ന് ഭവൽ കൃപ തന്നാൽ അതിശുദ്ധനാമെന്ന് അരുളിനാർ. ഭഗവാന്റെ കൃപ കിട്ടും, അപ്പം നീ ശുദ്ധനാവും. എങ്ങനെയാ? ഈ അവരുടെ പാദത്തിൽ വീണ് നമസ്കരിച്ച് അപേക്ഷിച്ചപ്പോൾ അവർ നന്ദിയോടുകൂടി തന്നെ എന്നോട് പറഞ്ഞു, നീ നന്നായി വരും മേലിൽ, ഇനി ഭാവിയിൽ നിൻ്റെ ഈ ദോഷം മാറി നിനക്ക് നന്നായി വരും. ദ്വാപര അന്തേ, ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിൽ അന്ത്യത്തിൽ ഭഗവാൻ ജഗത്തിങ്കൽ മഹാ അസുര പാപി നൃപന്മാരെ, അതായത് അസുരന്മാരായ രാജാക്കന്മാർ, കംസനെ പോലുള്ളവരെ അസുരന്മാരുടെ രാജാക്കന്മാരായ മഹാ അസുര പാപികളെ കൊല്ലാൻ, എന്നിട്ട് ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ വിഷ്ണു നാരായണൻ പരമാത്മാവ് അവതരിക്കും. നന്ദാത്മജനായി ഗോകുലെ വാണിടും. ഭഗവാൻ നാരായണൻ നന്ദഗോപരുടെ പുത്രനായി ഈ ഗോകുലത്തിൽ വാഴും. അവിടെ അവതരിക്കുമ്പോൾ അന്ന് ജഗൽപതിയാകുന്ന ഈ ഭഗവാൻ കൃഷ്ണൻ, അതായത് ഈ നന്ദഗോപരുടെ ഭവനത്തിൽ യദുകുലത്തിൽ ഈ ഭഗവാൻ നാരായണൻ അവതരിക്കുമ്പോൾ ആ ഭഗവാൻ ജഗൽപതിയുടെ, അത് കൃഷ്ണനായിട്ട് വരുന്ന ഭഗവാനാണ്. അപ്പോൾ ആരാ വരുന്നത്? ഭഗവാൻ നാരായണൻ ദ്വാപര അന്ത്യത്തിൽ നന്ദഗോപരുടെ ഭവനത്തിൽ അല്ലെങ്കിൽ യദുകുലത്തിൽ വരുമ്പോൾ ഭഗവാന്റെ സ്പർശനം നിനക്ക് വരും. അന്ന് നിനക്ക് ഭഗവത് കൃപ തരും. അപ്പോൾ നീ അതിശുദ്ധനാം എന്നാലും, അപ്പോൾ നീ അതിശുദ്ധനായി വരും. അതുവരെ നീ അങ്ങനെ കിടന്നേ പറ്റൂ, പാമ്പായി കിടന്നേ പറ്റൂ. അപ്പോൾ നിനക്ക് മോക്ഷം കിട്ടും എന്നാ ഭഗവാൻ അവതരിക്കും ദ്വാപരത്തിൻ്റെ അവസാനത്തിൽ. ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിൽ നിനക്ക് ഭഗവാനോട് അവതരിക്കുമ്പോൾ, ഭഗവാൻ നാരായണൻ പരമാത്മാവ് അവതരിക്കുമ്പോൾ നിനക്ക് നന്ദഗോപരുടെ ഭവനത്തിൽ ആ യദുകുലത്തിൽ വിഷ്ണു കുലോത്ഭനായിട്ട് വരുമ്പോൾ നിനക്കവിടെ ഭഗവാൻ വന്ന് നിന്നെ സ്പർശിക്കും, തൊടും. ഇപ്പോൾ ഈ പാമ്പിനെ ഭഗവാൻ അങ്ങനെ ചവിട്ടാൻ കാരണമായത്, അതുവരെ നന്ദഗോപരുടെ ദേഹത്ത് കെട്ടിപ്പിടിച്ച് കിടക്കുക പോകാതെ. ഭഗവാൻ തൊട്ടേ അദ്ദേഹത്തിന് മോക്ഷം വരാൻ സമയമായി. അതുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ അറിഞ്ഞോ അറിയാതെയോ നന്ദഗോപരുടെ ദേഹത്ത് പിടിപ്പെട്ടു. അപ്പോൾ ഭഗവാൻ അങ്ങനെ അതിശുദ്ധനായി വരുമെന്ന് ഒരു മോക്ഷം കൊടുത്തുകൊണ്ട് മുനിവരന്മാരങ്ങനെ പറഞ്ഞിരുന്നു. അതാണ് വന്നുകൂടും നിനക്ക് അന്ന്. എന്നാൽ ജഗൽപതി ഭഗവാന്റെ സ്പർശനം വന്നുകൂടുമ്പോൾ നിനക്ക് അന്ന് ഭവൽ കൃപ തന്നാൽ അതിശുദ്ധനാം എന്ന അരുളിനാർ മുനിവരന്മാര് എന്ന് വായിക്കണം. ഇവിടെ കൊണ്ട് നിർത്തണം. മുനിവരന്മാരാണ് ഇങ്ങനെ പറഞ്ഞത്. അന്ന് തൊട്ട് ഞാൻ ഇങ്ങനെ വായിക്കണം, അല്ലാതെ മുനിവരന്മാരന്നോട്ടെന്ന് പറയരുത്. ഇതെല്ലാം ആര് തരും? ഈ ഭഗവാൻ വരുമ്പോൾ നിനക്കിതിൻ്റെ മോക്ഷം ഭഗവാന്റെ സ്പർശനം കൊണ്ട് നിനക്ക് കിട്ടും. ഇത് അന്ന് തന്നെ ശപിച്ചതിൻ്റെ അന്ന് തന്നെ മുനിവരന്മാർ അന്നേ എന്നോട് പറഞ്ഞിരുന്നു. അതാണ് മുൻപ് മുനിവരന്മാർ അന്ന് ഇങ്ങനെ പറഞ്ഞു. അന്ന് തൊട്ട് പാമ്പായി വന്ന് അന്ന് തൊട്ട് ഞാൻ ഇങ്ങനെ ആയി ഇവിടെ കിടക്കുന്നു. അന്ന് തൊട്ട് ശപിച്ചത് കാരണം ആ മുനിമാർ അന്ന് പറഞ്ഞ വാക്കുകൊണ്ട് ഞാൻ ഇവിടെ പാമ്പായി തന്നെ കിടക്കുന്നു, ഇങ്ങനെയായി ഇവിടെ കിടക്കുന്നത്. ഇന്ന് അപ്പോൾ ഇപ്പോൾ സ്പർശനം വന്നു, ഭഗവാൻ ചവിട്ടി. അതാണ് ഇന്ന് ഭവൽ കൃപ കാരണം ശാപവും തീർന്നു, ഭവൽ പാദസങ്കേന ശുദ്ധനായി. ഭഗവാന്റെ പാദം സ്പർശിച്ചപ്പോൾ എൻ്റെ ശാപമെല്ലാം തീർന്നു, ഞാൻ ശുദ്ധനായി.
അത്രത്തോളം സന്തോഷമായി ഈ സുദർശനന്. അദ്ദേഹം മുനിമാർ കൊടുത്ത ശാപം ഇത്ര നാൾ കിടന്നു ഞാനിങ്ങനെ പാമ്പായി. ഇപ്പം ഭഗവാൻ ദ്വാപരാന്ത്യത്തിൽ ഭഗവാൻ വന്നു, എന്നെ ഇപ്പം സ്പർശിച്ചു, ചവിട്ടി, ആ ചവിട്ട് കൊണ്ട് എന്നെ തൊട്ടപ്പോൾ ഞാൻ ആദിശുദ്ധനായി. അന്ന് മുനിമാർ പറഞ്ഞത് ഇന്ന് ഞാൻ സാധ്യമായി വന്നു. ഇന്ന് ഭവൽ കൃപ കാരണം, ഭഗവാന്റെ കൃപ കൊണ്ട് അന്നത്തെ ആ ശാപവും തീർന്ന് ഭവൽ പാദസംഖ്യന, ഭഗവാന്റെ പാദം സംഖിച്ചപ്പോൾ തൊട്ടപ്പോൾ ശുദ്ധനായി വന്ന്. അത് ഓർത്താൽ അത് അത്ഭുതം. അതും അല്ല, എന്നാൽ ഈ ഭഗവാൻ തൊട്ടപ്പോൾ ഒരു ശുദ്ധനായി, അതൊരു അത്ഭുതമല്ല. എന്താ കാരണം ഇതൊരു അത്ഭുതമല്ല എന്ന് പറയാൻ കാരണം? ഭഗവാന്റെ അത് നിന്നുടെ മായയാൽ മൂടി മറച്ച് ഇന്ന് നന്ദാത്മജനായ നാരായണ ഹരേ, നിൻ നാമം ഒന്നറിയാതെ ചൊല്ലിയിടിലും വന്നു പോം പാപനാശം പിന്നെ മോക്ഷവും എന്നിരിക്കെ. അപ്പോൾ ഇദ്ദേഹത്തിനറിയാം ഭഗവാന്റെ നാമം അറിയാതെ പോലും ചൊല്ലിയാൽ പാപം നശിച്ച് മോക്ഷം കിട്ടും. നമ്മുടെ വീടുകളിൽ ഒരു കുട്ടിയുടെ പേര് നാരായണനോ കൃഷ്ണനോ ഹരിയെന്നോ എന്തെങ്കിലും ഒരു നാമം, ഭഗവാനെ നമ്മൾ എപ്പോഴും വിളിക്കുന്ന കൃഷ്ണ ഗോവിന്ദ എന്നൊക്കെ ആണല്ലോ, ഈ ഒരു നാമം നമ്മുടെ മക്കൾക്ക് ഇട്ടാലും അറിയാതെ നമ്മൾ എപ്പോഴും കൃഷ്ണ ഗോവിന്ദ മക്കളെ ഇനി വാഴ എന്ന കുട്ടികളെ വിളിക്കത്തില്ലേ, അതാണ്. അറിയാതെയെങ്കിലും പറഞ്ഞാൽ ഭഗവാൻ കൊടുക്കും മോക്ഷം. എന്ത് മാറ്റി കൊടുക്കും? പാപം പോക്കി പാപനാശം പിന്നെ മോക്ഷവും എന്നിരിക്കെ. അങ്ങനെയാണ് ഭഗവാന്റെ സ്നേഹം, ഭഗവാന്റെ ദയ. ഒരു അറിയാതെയെങ്കിലും ഭഗവാന്റെ നാമം ആരുച്ചരിച്ചാലും അവൻ്റെ പാപവും പോയിട്ട് മോക്ഷം കൊടുക്കുന്ന ഭഗവാൻ ഇവിടെ എന്താ ഇദ്ദേഹത്തിന് കൊടുത്തത്? അദ്ദേഹം ഒരു നാമം, ഒരു പേര് ഉച്ചരിച്ചിട്ടല്ല, ഭഗവാന്റെ പാദം സ്പർശിച്ചേക്കുക, തൊട്ട് സംഘമായി തീർന്നു. ഒരു നാമമല്ല, ഭഗവാനെ എന്ന കൃഷ്ണനെന്ന് വിളിച്ചതല്ല, ഭഗവാന്റെ പാദം, പത്മം പോലത്തെ ആ ഭഗവതിയുടെ ദേവി പരിലാളിതായിരിക്കുന്ന ആ ഭഗവാൻ, ശോഭിതയായിരിക്കുന്ന ഭഗവാന്റെ പാദപത്മം, താമര പോലിരിക്കുന്ന പത്മം, അതായത് പാദപത്മം, താമര പോലെ ശുദ്ധമായ ഭഗവാന്റെ പാദം. ഇയാളെ ഈ പാമ്പിനെ ഒന്ന് ചവിട്ടിയപ്പോൾ ഭഗവാനിൽ സ്പർശനം, ദേഹത്ത് തൊട്ട് നമുക്ക് ആകെ തൊടാനുള്ള ഭാഗ്യം നമുക്കുണ്ടോ? ഇദ്ദേഹത്തിന് കൃഷ്ണ ഗോവിന്ദ എന്ന് നമുക്ക് നാക്കൊണ്ട് വിളിക്കാനല്ലേ പറ്റൂ. ഇദ്ദേഹത്തിന് അതിൽ ഉപരിയായി ഭഗവാൻ സ്പർശിച്ചു, സംഘം വന്നു. അതുകൊണ്ട് ഇതൊരു അത്ഭുതമല്ല, ഇത്രയും എനിക്ക് കിട്ടിയല്ലോ ഭാഗ്യം. ഒരു അറിയാതെ പോലും ഒരു നാമം ചൊല്ലിയാൽ പോലും പാപം നശിച്ച് മോക്ഷം കൊടുക്കുന്ന ഭഗവാൻ ഇവിടെ എനിക്ക് ഇത്രയും കിട്ടിയതൊരു അത്ഭുതമാണോ? അദ്ദേഹത്തിന് അതിൽ ഉപരിയായി കിട്ടി, സ്പർശനം കിട്ടി, തൊട്ടു. അതുകൊണ്ട് വന്നു പോകും പാപനാശം പിന്നെ മോക്ഷവും എന്നിരിക്കെ ഭവൽ പാദസംഖ്യേന, ഭഗവാന്റെ പാദം സംഗമിച്ചു അയാളുടെ ദേഹത്ത്. അങ്ങനെ ഞാൻ നന്നായി വന്നതെന്നും പറയണം. അതുകൊണ്ട് ഞാൻ നന്നായി എന്ന് പറയണമോ? അതിന് വലിയ അത്ഭുതമാണോ? ഒന്നും അറിയാതെ പോലും ഭഗവാന്റെ നാമം ഉച്ചരിച്ചാൽ പോലും പാപം മാറ്റി മോക്ഷം കൊടുക്കുന്ന ഭഗവാൻ ഇപ്പോൾ എനിക്ക് ഭഗവാന്റെ ആ കോമളമായിരിക്കുന്ന ആ പാദപത്മം എൻ്റെ ദേഹത്ത് സ്പർശിച്ചല്ലോ. അത് എത്രമാത്രം മഹാഭാഗ്യം, അതൊരു അത്ഭുതമാണോ എൻ്റെ പാപം മാറാൻ? അപ്പോൾ ഇപ്പോൾ ദിവ്യമായി വന്നതിന് ഇപ്പം എല്ലാം പറയണോ? കാരണം എന്ത് ദോഷവും മാറും ഒന്ന് ഉച്ചരിച്ചാൽ, ഭഗവാനെ നാരായണെന്ന് അറിയാതെ പറഞ്ഞാൽ പോലും കിട്ടുന്ന ആ ഭഗവൽ കൃപ. ഇതിപ്പം ഒന്ന് ദേഹത്ത് ഒന്ന് ചവിട്ടിയപ്പോൾ എത്രമാത്രം നന്നായി വരും. അപ്പോൾ ആ ദിവ്യത്വം, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ രൂപം, ആ ശോഭനമായിരിക്കുന്ന ആ സുന്ദര രൂപം, ശോഭയോട് ജ്വലിച്ചു വന്ന ആ രൂപം എന്താ കാരണം? നാരായണെന്ന് വിളിച്ചില്ല, ഭഗവാൻ നിന്ന് സ്പർശിച്ചത്, തൊട്ട് ആ സംഗമം ഉണ്ടായി, ഭഗവാനുള്ള ചേർച്ചയുണ്ടായി. അതുകൊണ്ട് നന്നായി വരുന്നതെന്നും പറയണമോ? അത് പറയാൻ വല്ലതും ഉണ്ടോ? അത്രയ്ക്ക് അത്ഭുതമൊന്നും പറയത്തക്കൊണ്ട് എന്താ ഒന്ന് അറിയാതെ പോലും നമ്മൾ ഭഗവാനെ കൃഷ്ണ എന്ന് വിളിച്ചാൽ പോലും ഇങ്ങനെ ഈശ്വരൻ്റെ കൃപയും മോക്ഷവും കിട്ടുന്ന അങ്ങനെയുള്ള ഭഗവാന്റെ പാദം കൊണ്ട് എനിക്ക് ഇത്രയും സംഭവിക്കുന്ന ഒരു കുറ്റമാണോ, അത്ഭുതമാണോ? നിന്നുടെ പാദപത്മമേ സദാ ഹൃദി നന്നായി വിളങ്ങുവാനായുള്ള അനുഗ്രഹം തന്നിടുകെന്ന് നമസ്കാരവും ചെയ്ത് നന്ദാത്മജം ഭക്തിയോടെ തൊഴുത് അവൻ വന്ദിച്ചു. അനുഗ്രഹവും വാങ്ങി മോദേന ചെന്നവൻ നാഗലോകം പുക്കോ മേവിനാൻ. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ഭഗവാന്റെ പാദപത്മം എനിക്ക് സദാ എപ്പോഴും ഹൃദയത്തിൽ നന്നായി വിളങ്ങുവാനായുള്ള അനുഗ്രഹം വേണം. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ജഗദമ്മ എപ്പോഴും സദാ പറയുന്ന അതാ, എൻ്റെ ഉള്ളിൽ ഭഗവാൻ ആയമ്മേ എനിക്ക് അനുഗ്രഹവും എനിക്ക് എപ്പോഴും അത് തന്നെയാണ്. ഭാഗവതമൊക്കെ വായിക്കുമ്പോൾ അത്രയ്ക്ക് കൃപയും പ്രഭയും അകവും പുറവും പ്രകാശിക്കുന്നമ്മേ. ഇത് പറയണമെങ്കിൽ ഭഗവാൻ ഉള്ളിലാകണ്ടേ?
അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നു, നിങ്ങളുടെ പാദപത്മം, ഭഗവാന്റെ പാദപത്മം എന്നിൽ സദാ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നന്നായി വിളങ്ങണമെന്ന് നമ്മൾ ആ അനുഗ്രഹം നമ്മൾ ചോദിച്ച് വാങ്ങിക്കണം. ഭഗവാനെ എൻ്റെ ഹൃദയത്തിൽ സദാ എപ്പോഴും ഭഗവാന്റെ ആ പാദപത്മം എൻ്റെ ഉള്ളിൽ എപ്പോഴും എനിക്ക് വേണം, എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും വിളങ്ങണമെന്ന് നമ്മൾ തന്നെ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. അവർക്ക് എപ്പോഴും ഈ പ്രാർത്ഥനയുണ്ട്, രാധയ്ക്ക് ആ പ്രാർത്ഥനയുണ്ട്, ബിജിന് ഇങ്ങനെ ചില മക്കൾക്കെല്ലാം നിർമ്മലാഭാവത്തിന് അങ്ങനെയുണ്ട്. ഇങ്ങനെ ഒരുപാട് വയ്യാത്തൊരു കുട്ടിയുണ്ട് പ്രസന്ന, ഇങ്ങനെ ഞാൻ ജയാനിൽ ഒരുപാട് മക്കൾ എന്നെ വിളിക്കും. അവരൊക്കെ പറയുമ്പോൾ പേരേ ഉണ്ട്, എനിക്കിപ്പോൾ ഒത്തിരി പേരുണ്ട്, എല്ലാം പറയുമ്പോൾ പിന്നെ ഒരാളെ പറഞ്ഞില്ലെന്ന് വേണ്ട. ഇങ്ങനെ ഇതുപോലെ ഒരുപാട് മക്കളുണ്ട്. ആ മക്കളെല്ലാം ഇങ്ങനെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു, ഉള്ളം പ്രകാശിക്കുന്നു, പല പല കാര്യങ്ങൾ നേടുന്നു, ദർശനങ്ങൾ കാണുന്നു, ആനന്ദം അനുഭവിക്കുന്നു. ഇങ്ങനെ ഓരോരുത്തർ. പ്രസന്നെ എന്നെ വിളിച്ചൊരു അമ്മയെ ഞാൻ ഇന്നപോലെ ഒന്ന് കണ്ടമ്മേ, പിന്നെ അതങ്ങനെ കാണുന്നില്ല. ഞാൻ പറഞ്ഞു അത് അത്രത്തോളം അത് ഇടയ്ക്കിടയ്ക്ക് ആ വെപ്രാളം വരുമ്പം കണ്ടോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ എന്നെ വിളിച്ച് പറയുന്നു. അങ്ങനെ നന്നായി വിളങ്ങുവാൻ അനുഗ്രഹം നമ്മളും ചോദിക്കണം. ഇതുപോലെ ഈ എന്താ പറയുക, സുദർശൻ എന്ന് പറഞ്ഞ അദ്ദേഹം ഭഗവാൻ എപ്പോഴും സദാ നമ്മുടെ ഉള്ളത്തിൽ ഭഗവാനെ എപ്പോഴും അങ്ങ് വിളങ്ങി നിൽക്കണമേ നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ഭഗവാൻ എപ്പോഴും ഉള്ളിൽ നിന്ന് മാറാതെ ഇരിക്കും. അങ്ങനെ തന്നീട് കന്ന് നമസ്കാരവും ചെയ്ത് നന്ദാത്മജം ഭക്തിയോടെ ഭഗവാനെ തൊഴുതിട്ട് അദ്ദേഹം അനുഗ്രഹമൊക്കെ വാങ്ങി സന്തോഷത്തോടെ സ്വർഗലോകത്തേക്ക് പോയി. നന്ദാദികൾ അത് കണ്ട് മോദത്തോടെ നന്ദാത്മജൻ ഈശ്വരൻ എന്നുറച്ചതു. ഈ നന്ദഗോപനും മറ്റുള്ളവരെല്ലാം ഇത് കണ്ടു. പാമ്പ് വന്ന് പിടിച്ചു. പാമ്പിൻ്റെ നോക്കിയാൽ ഭഗവാൻ ഒന്ന് ചവിട്ടി. ഉടനെ അദ്ദേഹത്തിൻ്റെ രൂപം മാറി, പ്രകാശിച്ചു, ഒരു ദിവ്യരൂപമായി മാറി. അദ്ദേഹത്തിന് വേണ്ടുന്ന കൃപയൊക്കെ കൊടുക്കുന്നു. അപ്പോൾ ഭഗവാൻ ആരാന്ന് അവളുകൾക്ക് മനസ്സിലായി. ഈ നന്ദാദികൾ, ഈ പിതാവും മറ്റുള്ളവരും സന്തോഷത്തോടെ നന്ദാത്മജനായ ഈ കുട്ടി, നന്ദഗോപരുടെ ഈ മകൻ ഈശ്വരൻ എന്ന് ഉറച്ചു. പക്ഷേ ഇവർ ഉറച്ചിട്ട് പിന്നെ പെട്ടെന്ന് ഭഗവാന്റെ മായ കൊണ്ടൊന്ന് മറന്നു പോകും. അതങ്ങനെയാണ്. അങ്ങനെ ഈശ്വരനാണെന്നൊരു ഉറച്ചത് പിന്നെ മറന്നു. മായ വൈഭവം കൊണ്ട് ഈ ലോകം ഭഗവാന്റെ മായയാണ്, അതുകൊണ്ട് പെട്ടെന്ന് മറക്കും. അതാണ് നമുക്കൊരു ഉദാഹരണം. അമ്പലത്തിൽ പോയി സന്തോഷമായിട്ട് തൊഴുത് ചെരുപ്പ് ഊരി വെളിയിലിട്ടിട്ട് പോയി തൊഴുതിട്ട് നന്നായി പ്രാർത്ഥിച്ച് കൃപയോടുകൂടി ഇറങ്ങി വന്നിട്ടില്ല, ചെരുപ്പെടുത്ത് വീണ്ടും കാലിലിടുന്നത് പോലെ വെളിയിലോട്ട് ഇറങ്ങിയാൽ പിന്നെ ഈ ലോക ചിന്തയാണ്. ഭഗവാനെ പ്രസാദത്തിലെല്ലാം പറഞ്ഞും കേട്ടും പ്രാർത്ഥിച്ചും കരഞ്ഞും തൊഴുതൊക്കെ കൃപയും വാങ്ങിച്ച് വെളിയിലോട്ടിറങ്ങി ചെരുപ്പെടുത്ത് കാലിലിടുന്നത് പോലെ അതെല്ലാം മായ കൊണ്ട് മറന്നു. എന്തൊക്കെ നേടിയോ ഭഗവാന്റെ മുമ്പിൽ നിന്ന് ഇതൊക്കെ മറന്നിട്ട് വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ ലോക ചിന്തയായിട്ട് അങ്ങ് പോകും. ആര് പ്രാർത്ഥിച്ച് എന്ത് അനുഗ്രഹം കിട്ടിയ ഒന്നും മായ കൊണ്ട് മറന്നു. എന്താ മായ? ഈ ലോകത്തിൽ നിന്ന് വിടുതൽ കിട്ടിയിട്ടില്ല. ഇറങ്ങുമ്പോൾ ഉടനെ വികാരങ്ങൾ ഇന്ദ്രിയങ്ങളെല്ലാം പല വഴിക്ക് ഓടും, മനസ്സ് വേറൊരു വഴിക്ക്. ഇന്ദ്രിയങ്ങൾ കണ്ണ് എങ്ങോട്ട് നോക്കുന്നു, മനസ്സ് കൂടെ പോയി. ആരെന്ത് പറയുന്നത് കേൾക്കാൻ ചെവി അങ്ങോട്ട് പോയി, മനസ്സും കൂടെ പോയി. ഇങ്ങനെ എല്ലാ പഞ്ചേന്ദ്രിയങ്ങളുടെ കൂടെ മനസ്സും പോയി, ഭഗവാൻ കൊടുത്ത അനുഗ്രഹവും പോയി, എല്ലാം മാറി തിരിഞ്ഞ് തരികടയായി. എന്താ കാരണം? ഈ ലോക ചിന്ത വിടുന്നില്ല. ഈ ലോകചിന്തയിലേക്ക് വിടാതെ ഭഗവാനെ പ്രാർത്ഥിച്ച് നന്നായി ആ ഒരു കൃപയോടുകൂടി ആ ഹൃദയത്തിൽ ഇറങ്ങി പോകാതെ ആ അനുഗ്രഹം വീട്ടിൽ ചെല്ലുന്നവരെയും വേണം. വീണ്ടും അത് അയവിറക്കണം. പശുക്കൾ അയവിറക്കുന്നത് ഇറക്കി ഇരുന്നാൽ മറ്റ് അനാവശ്യ ചിന്തകൾക്ക് പോകാതിരുന്നാൽ ഇത് ഉള്ളിലിരിക്കും. പിന്നെ മറ്റവരെയും കണ്ട് അവിടെ ചോദിച്ച് ഇവിടെ ചോദിച്ച് എല്ലാവരുടെയും കാര്യം പറയുമ്പോൾ വിഷയം വിട്ടങ്ങ് പോകും. അതാണ് മായ. ആ മായ പെടാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ സംഗമം, ഈ ലോകരോടുള്ള സംഗമം മാറ്റുക, ഇന്ദ്രിയങ്ങളെ അടക്കുക. ആരെ കണ്ടാലും ഒന്നും വേണ്ട, നമുക്ക് നമ്മുടെ കാര്യം നോക്കി വീട്ടിൽ വരിക. ഭഗവാനെ പ്രാർത്ഥിച്ച് അതേ മനസ്സോട് തന്നെ ആ ഉള്ളത്തിൽ ഈശ്വരനെ അർപ്പിച്ച് തന്നെ ഇരിക്കുക. വീണ്ടും വന്ന് നമ്മൾ എന്തെങ്കിലും കർമ്മങ്ങളുണ്ട് അതും ചെയ്ത് ഭഗവാനിലെല്ലാം അർപ്പിച്ച് ആരാധനയിൽ കൂടി നമ്മൾ ഇരുന്നാൽ ആ കൃപ എങ്ങും പോകത്തില്ല. അത് മറ്റുള്ളവരുടെ കൂടെ പലതും പറഞ്ഞും കേട്ടും വരുമ്പോൾ ഈ വിഷയം അങ്ങ് വിട്ട് മറ്റ് ലോക വിഷയത്തിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഈ മായ എന്ന് പറയുന്നത്. ഈ മായയിൽ അകപ്പെടാതിരിക്കാൻ നമ്മൾ തന്നെ വിചാരിച്ചേക്കും, നമുക്കതിന് കാണാൻ പോകണ്ട, നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന ഭഗവാൻ അവിടെ ഇരിക്കട്ടെ, നമുക്ക് ആനന്ദം ഉണ്ടാകട്ടെ എന്ന് നമ്മൾ വിചാരിച്ച് വൈരാഗ്യം വേണം. അതാണ് രണ്ടാം സാധനമായ വൈരാഗ്യം ഒന്ന് വേണമെന്ന് പറയുന്നത്. ഇതൊരു വൈരാഗ്യം വേണം. ഇങ്ങനെ നമുക്ക് ആകണം എന്ന ചിന്ത. അല്ലെങ്കിൽ നമ്മൾ എത്ര അമ്പലത്തിൽ പോയിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ മനസ്സ് നന്നാവാത്തുള്ള കാലം എവിടെ പോയിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ഇവരും മറന്നുപോയി. ഈ കുട്ടി, നന്ദാത്മനായ ഈ കുട്ടി ഈശ്വരൻ അവരങ്ങ് ഉറച്ചു, പിന്നെ അങ്ങ് മറന്നു.
എന്തുകൊണ്ട്? മായാവൈഭവം കൊണ്ട്. മായ അങ്ങനെയാ, നമ്മളെ മറപ്പിക്കും. മായാവൈഭവം കൊണ്ട് തന്നെ നന്ദനെന്നും നിരൂപിച്ച്. പിന്നെ ആ നന്ദഗോപുരം എന്താ വിചാരിക്കുന്നത്? ഈശ്വരനൊക്കെ ഉറച്ചു, പക്ഷേ മകനുള്ള സ്നേഹം വന്ന് മകനാന്നുള്ള ഭഗവാനുള്ള ചിന്ത അപ്പോഴേ മറന്ന് അവരുടെ ഉള്ളിൽ പിന്നും മകനായി. അങ്ങ് നിരൂപിച്ച് പിന്നെയും ഉപവാസ പാരണയും ചെയ്ത് അവിടെ ഉപവസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ അവർ. അപ്പോഴാണല്ലോ ഇത് സംഭവിച്ചത്. അങ്ങനെ വീണ്ടും അവർ ഉപവാസത്തിൻ്റെ പാരണ വീട്ടും. എന്തെങ്കിലും വെള്ളം കുടിച്ച് അതിന് ആ വ്രതം മുടക്കുമല്ലോ. അതുപോലെ പാരണയും ചെയ്ത് നന്ദാത്മജനെ സ്തുതിച്ചതു ഗോപാലരും ഒന്നിച്ച് ഗോകുലം ബുക്ക് വാഴുന്നയാൾ. അങ്ങനെ നന്ദാത്മനെ സ്തുതിച്ച് ഗോപാലരെല്ലാം അങ്ങനെ ഒന്നിച്ച് ഗോകുലം ഒക്കെ പൂക്ക്. അങ്ങനെ കഴിഞ്ഞപ്പോൾ വന്ദിതരാം രാമകൃഷ്ണ ഗോപാലരും സുന്ദരിമാരായ ഗോപികമാരോടും കന്നുകളോട് ഒരുമിച്ചു രാത്രിയിൽ വൃന്ദാവനം ചെന്ന് പൊക്കു കളിപ്പാനായി. അങ്ങനെ ഭഗവാനെ തന്നെ ഗോപാലരൊക്കെ ധ്യാനിച്ചും ഈ വ്രതമൊക്കെ മുറിച്ച് ആ രാത്രിയിൽ നേരം വെളുത്തിട്ടില്ല, ഉപവാസം കഴിയിട്ട് അവരവിടെ തന്നെ തങ്ങി. വന്ദിതന്മാരായ ഈ എല്ലാവരും വന്ദിക്കപ്പെടുന്ന ഭഗവാനെയും അത് രാമനെയും കൃഷ്ണനെയും എല്ലാ ഗോപാലരും സുന്ദരിമാരായ ഗോപികളും കന്നുകൾ പശുക്കളോടുമൊക്കെ ഒരുമിച്ച് രാത്രിയിൽ എന്ത് ചെയ്തു? വൃന്ദാവനം ചെന്ന് പൂക്ക് കളിപ്പാനായി. നേരം വെളുത്തിട്ടില്ല, കളിക്കാനായിട്ട് എല്ലാവരുടെ. കാരണം അന്ന് ഉപവാസമായിട്ട് അവർ പിന്നെ ഉറങ്ങാനൊന്നും പോയില്ല. അങ്ങനെ കളിപ്പാനായി കുന്തചേമന്തിക ജാതികൾ ചമ്പകം എന്നിവ പൂ ചൊരിയുന്നു സന്തുഷ്ടരായി. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഈ തലേന്നത്തെ പൂക്കളെല്ലാം ഇറുന്നിറുന്ന് വീഴുമല്ലോ. പിന്നെ പിറ്റേന്ന് വേറെ പുഷ്പങ്ങളല്ലേ വരുന്നത്. അപ്പം ഇതൊക്കെ പൊഴിഞ്ഞു വീഴുന്ന സമയമാണ്. നമുക്ക് മുല്ലയൊക്കെ തന്നെ ഒരു സമയം കഴിയുമ്പം പൊഴിയത്തില്ലേ? അങ്ങനെ ഓരോ ചെമ്പക അങ്ങനെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഇങ്ങനെയുള്ള കുന്ത ചേമന്തി, അത് കുരുക്കുത്തി മുല്ലയാണ് ഈ കുന്ത ചേമന്തി ജാതികൾ ചെമ്പകം. അങ്ങനെയുള്ള പുഷ്പങ്ങളെല്ലാം സന്തോഷത്തോടെ തന്നെ ചൊരിഞ്ഞ് പൂക്കളെല്ലാം ഇറുന്നിറുന്ന് വീണ് അപ്പോഴത്തേക്ക് വന്നുദിച്ചു ശശി, ചന്ദ്രിക വ്യാപിച്ചു. ഈ എത്രയോ നാഴിക മുകളിൽ ഇങ്ങനെ ചന്ദ്രനെ ഉദിക്കുന്ന ഒരു സമയം വരും. അങ്ങനെ അപ്പോൾ ചന്ദ്രൻ ഉദിച്ചാൽ എന്ത് വരും? ചന്ദ്രിക, പ്രകാശം വരും. അതാണ് ചന്ദ്രിക എന്ന് വെച്ചാൽ പ്രകാശം. ശശി ചന്ദ്രൻ്റെ പ്രകാശമൊക്കെ അവിടെ എല്ലാം അങ്ങ് വ്യാപിച്ചു. നല്ല പ്രകാശമല്ല, ചന്ദ്രൻ ഉദിച്ചല്ലോ, പ്രകാശം വന്നല്ലോ. അങ്ങനെ ചന്ദ്രിക വ്യാപിച്ച് നന്ദിച്ചു ഭൃംഗ കുയിൽ മയിൽ നാദങ്ങൾ മന്ദവാദം സുഗന്ധാനന്ദ സംയുതം. അതായത് ഇത് ചന്ദ്രിക വ്യാപിച്ചപ്പോൾ എല്ലാവരും സന്തോഷം നന്ദി പറഞ്ഞിട്ട് എന്ത് പറഞ്ഞു? ഭൃംഗ, അതായത് ഭൃംഗം എന്താ വണ്ടാന്ന് തോന്നുന്നു. വണ്ടും കുയിലും മയിലും ഇതൊക്കെ നാദങ്ങൾ. വണ്ട് മൂളുക, കുയിൽ നാദങ്ങൾ, മയിൽ നാദങ്ങൾ, വാദം കാറ്റ്, മന്ദം പതുക്കെ, നല്ല പതുക്കെ വീശുന്ന കാറ്റും. അതിൽ കൂടെ എന്താ ഉള്ളത്? അതിലെ പുഷ്പങ്ങളെല്ലാം ഇങ്ങനെ ഇറുന്ന് വീഴുന്ന എല്ലാം സുഗന്ധ ആനന്ദ സമയത്ത് മന്ദ മാരുതൻ ഇങ്ങനെ വീശിയപ്പോൾ ഈ നല്ല സുന്ദര മണം, സുഗന്ധം, ഇതൊക്കെ അവിടെ എല്ലാം ആനന്ദമായ സംയുതം. വൃന്ദാവന ശോഭ കണ്ടു മോദിച്ചു. ഇതെല്ലാം കണ്ടപ്പോൾ ഈ മയിലുകളുടെ നാദവും വണ്ടുകളുടെ നാദവും കുയിൽ നാദവും